I thank and praise the Lord for this blessed occasion. നിങ്ങളെല്ലാവരെയും തിരിച്ചും കാണുവാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I know that this is a working day for many of you, but still you were able to make it. I pray that the time that we spend together will be a blessing for each one of us. അതുപോലെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന് സഭയോടുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കറിയാം, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടക്കാനുള്ള സാധ്യതകളുണ്ട്. We live at a time, we live in a world where there's nothing that is very stable, and there's nothing that is certain. And this is mainly because we live in a fallen world. അല്ലേ, ഈ ലോകത്തിൽ പാപം വന്നതുകൊണ്ട് അതിൻ്റെ ഒരു കോൺസിക്വൻസസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് all of us are in one way or the other affected by the brokenness of the world. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആശ്രയിപ്പാൻ ഉള്ളത് ദൈവത്തിൽ നമുക്കുള്ള വിശ്വാസം മാത്രമേ ഉള്ളൂ. Now this evening I want to actually speak about a family whom I want to call as a family of faith walkers. Faith walkers. വിശ്വാസത്തിൽ നടന്ന് മുന്നോട്ട് പോയ ഒരു കുടുംബം. വേദപുസ്തകത്തിൽ നമുക്ക് പല കുടുംബങ്ങളെയും ഈ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. Men and women know, in spite of unbelievable circumstances, they were able to hold on to faith and hope. One such family is narrated in Exodus chapter 2. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ ആ രീതിയിലുള്ള ഒരു കുടുംബത്തിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് നന്നായിട്ട് പരിചയമുള്ള ഒരു വേദഭാഗമാണ്. എക്സോഡസ് ചാപ്റ്റർ 1 ടോക്സ് അബൌട്ട് എ ക്രൈസിസ്. ആ 1-ാം അധ്യായം നമ്മൾ വായിച്ചു നോക്കിയാൽ the words that we come across talks about unbearable suffering, and there is no end, there's no light at the end of the tunnel. Israelites, they were in this land for many years. The initial part of their life in Egypt was actually a good time, prosperous time. എന്നാൽ ഇതെല്ലാം മാറുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. There came a king who did not know Joseph. And the next, say, 80 years of their life in Egypt was a misery. Nothing short of a misery. നമ്മൾ ആ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്ന വാക്കുകൾ മാത്രം ഞാൻ I want to underline and show you. Afflictions, heavy burdens, oppression, ruthlessness, slavery. ഈ വാക്കുകളാണ് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കടന്നുപോയ ഒരു കുടുംബത്തിനെ കുറിച്ചാണ് 2-ാം അധ്യായത്തിൻ്റെ തുടക്കം വരുമ്പോൾ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. In the midst of great crisis, in the midst of unbearable suffering, we read about how one family responded. Exodus chapter 2, and we are going to read the first 2 verses. Now a man from the house of Levi went and took as his wife a Levite woman. The woman conceived and bore a son, and when she saw that he was a fine child, she hid him 3 months.
a family of faith walkers. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൽ നടക്കാൻ പറ്റിയ ഒരു സാധ്യത അവിടെയില്ല. ഇറ്റ് ഈസ് നോട്ട് എ ഫേവറബിൾ സിറ്റുവേഷൻ. വി ആർ റീഡിങ് അബൌട്ട് എ ഫാമിലി ഹിയർ. അവരുടെ പേര് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ബട്ട് ലേറ്റർ വെൻ വി റീഡ് ദ അതർ പാസേജസ് വി നോ വാട്ട് ദെയർ നെയിംസ് വെർ. അമ്രാം ആൻഡ് ജോക്കെബെദ്. വി ആർ ടോക്കിംഗ് അബൌട്ട് ദ പാരൻസ് ഓഫ് മോസസ്. They both come from Levite family. That's the information that is given there. And one of the things that is very evident here is they were a family of people of faith. ഇവർ ഇസ്രായേൽ ജാതിയിലുള്ളവരാണ്. Although they were living in Egypt, they always held on to faith. ഒരു വിശ്വാസ കുടുംബം എങ്ങനെ ജീവിക്കുമോ ആ രീതിയിൽ ജീവിച്ച ഒരു കുടുംബമായിരുന്നു അവർ. എല്ലാവരും അങ്ങനെ ആയിരുന്നു. ഡിഡ് എവ്രി വൺ ഹു ലിവ് ഇൻ ഈജിപ്റ്റ് ഡിഡ് ദേ ഹാവ് ദ സെയിം ഫെയ്ത്ത്? ആബ്സല്യൂട്ട്ലി നോ. ഹൗ ഡു വി നോ ദാറ്റ്? നമുക്കറിയാം, വേദപുസ്തകത്തിൽ പിന്നെ ഇസ്രായേൽ ജാതിയുടെ ചരിത്രം വായിക്കുമ്പോൾ പലപ്പോഴും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്, there were many people, Israelites, who lived in Egypt. They did not lead a life of faith. Rather, they had become assimilated into the Egyptian culture and religion. അതുകൊണ്ടാണ് ദൈവം പലപ്പോഴും പിന്നെ രേഖപ്പെടുത്തിയത്, leave behind all the gods and goddesses that you have been worshipping in Egypt. They were actually true worshippers. God had called them to be true worshippers of the living God. But when they were in Egypt, they forgot that fact. They were different. They forgot the fact they were a separated people group. Although living in Egypt, they were called to be different. അത് മറന്നുപോയി. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ 2-3 വാക്യങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. യോശുവയുടെ പുസ്തകം 24-14 വാക്യം. ജോഷുവ ചാപ്റ്റർ 14 വേഴ്സ് 14. ജോഷുവ 24 വേഴ്സ് 14. ഞാനത് വായിക്കുകയാണ്. Now this is what we read. Now therefore fear the Lord and serve him in sincerity and in faithfulness. Put away the gods that your fathers served beyond the river and in Egypt and serve the Lord. എത്രയോ വർഷങ്ങൾക്ക് ശേഷം യോശുവ പറയുക, among you there are still families who are worshipping what? The gods of Egypt. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ കാണുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലും ദൈവത്തിൽ വിശ്വാസം ചെലുത്തിയ ഒരു കുടുംബമാണ് ഇവിടെ കാണുന്നത്. Even when all others know, when they became assimilated to the Egyptian culture, there were some families who always understood, we are in Egypt, but we don't belong to Egypt. This evening, maybe that is a question that we need to consider. Yes, we live in the world. We live in a world where it is not favorable for a family of faith to exist. But how do we live? Are we people who still hold on to faith values? That is a question we need to consider. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് വെരി ഗ്രിം സിറ്റുവേഷൻ. നമുക്കറിയാം, ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സന്തോഷത്തിൻ്റെ ഒരു സമയമാണ്. Even today, when a child is born, it is a time of celebration. But think about the grim situation here. It is not a time of celebration. It is a time, where even women, I think, would have cursed for becoming pregnant. Why? Even if you get a child, your child is not going to survive.
There was an edict already passed by the government. എന്താണ് അവിടുത്തെ പ്രമാണം? നമുക്കറിയാം, ഒരു കുഞ്ഞിനെയും വിട്ടുവെക്കരുത്. എബ്രായരുടെ ഒരു കുഞ്ഞിനെ പോലും ജീവിക്കാൻ എന്ത് ചെയ്യില്ല, അവർക്ക് അവകാശമില്ല. So, as we clearly read, the midwives, people know, maybe നമ്മുടെ നാട്ടിൽ പറഞ്ഞ NHSകാർക്ക് ഒരു എഡിക്റ്റ് ഉണ്ട്. Okay? Don't allow any Hebrew child to what? Live. Finish them off. Kill them at birth. നമുക്ക് അവിടെ വായിക്കാൻ സാധിക്കും, I don't know how many children were killed. Because we read about only the 2 midwives who were involved in saving the children. On the other hand, we don't know how many children were what? Killed. And then we also know there was the second part of the edict. If a child survives, because the midwives were what? They were fearing the Lord, and therefore they let what? Some children live. Moses was one of those fortunate children who did not die what? At birth, but lived on. But now here is the second part of the edict. If a child survives at birth, their own parents should actually what? Throw them into the Nile River. ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു എഡിക്റ്റ് പ്രിവലൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ, which family would love to have a child? Which family would rejoice in what? Having a child? Brothers and sisters, if you look at this verse here, the woman conceived, verse 2, the woman conceived and bore a son, and when she saw that he was a fine child, she hid him 3 months. You know what? The child was born. They valued this child. ഞാൻ ഒരു കാര്യം പറയട്ടെ, സംടൈംസ് ദിസ് വേഴ്സ് ക്യാൻ ബി മിസ്അണ്ടർസ്റ്റുഡ്. സൗന്ദര്യമുള്ള ഒരു കുഞ്ഞായതുകൊണ്ട് അവർ ഈ കുഞ്ഞിനെ രക്ഷിച്ചു എന്ന് ചിന്തിക്കുവാണെങ്കിൽ അതിൻ്റെ മറുവശം എന്താണെന്നറിയോ? സൗന്ദര്യമില്ലാത്തൊരു കുഞ്ഞാണെങ്കിൽ അവർ വലിച്ചെറിയോ? സൗന്ദര്യമില്ലാത്തൊരു കുഞ്ഞായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിസേബിൾഡ് കുഞ്ഞായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കിഡ് എന്ന് നമ്മൾ പറയുന്നത് പോലെ, ഇഫ് ഇറ്റ് വാസ് എ സ്പെഷ്യൽ ചൈൽഡ്, വുഡ് ദേ throw away this child in the Nile River? Is that what the scripture tells us? No. 3 പ്രാവശ്യം വേദപുസ്തകത്തിൽ ഈ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. And there is one description which I really like. They saw this child as no ordinary child. That phrase, no ordinary child, it is not just talking about physical appearance. It's talking about the way the child's parents looked at this God-given child. ഈ കുഞ്ഞ് ജനിച്ചത് വല്ലാത്തൊരു സമയത്താണ്, പക്ഷേ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നൊരു കുഞ്ഞാണ്. ദൈവം ഞങ്ങളുടെ കയ്യിൽ, God has given this child as no ordinary child. As I pointed out in Acts chapter 7:20 and also Hebrews chapter 11:23, we read that Moses' parents, when they saw this child, in that child they saw something valuable. I know there are young couples who are here. അല്ലേ? നമ്മുടെ ഇടയിൽ, ഇവിടെ ഇരിക്കുന്നവരുടെ ഇടയിൽ തന്നെയും we know there are young couples. We all have children. How do we look at our children? ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്ക് എന്താണ്? ചിലപ്പോൾ നമ്മൾ എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ, sometimes no, we don't really, I would say no, we may not value the children the way we ought to value them as God-given. Sometimes no, we compare our children with others. Sometimes no, we have, when our children don't behave well, no, we feel no sort of difficult to raise them. അതൊക്കെ ഉണ്ടായാലും ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവം നമ്മുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന കുഞ്ഞിനെ നോ ഓർഡിനറി ചൈൽഡായിട്ട് കാണാൻ സാധിക്കണം. Every child that God gives into the hands of godly parents,
they are special children. Because God has a great plan and purpose for each one of them. ഇത് നമുക്ക് ഈ വാല്യൂ മനസ്സിലാക്കുവാൻ സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ എന്തോ സംഭവിക്കാൻ പോകുന്നതെന്നറിയോ? എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങൾ വളർന്നോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കില്ല കേട്ടോ. ഇന്ന് ലോകത്ത് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, the value that people give for their children will somehow grow. We don't have time for our children. Sometimes we don't really bother whether our children are growing in spiritual values. കാരണം നമ്മൾ എന്തോ പറഞ്ഞാൽ we don't see them as no ordinary child. ഇവിടെ മോസസിന്റെ പാരൻസ്, the way they looked at this God-given child, this is no ordinary child. And let me also remind you, ഇവരെ ഞാൻ പറഞ്ഞല്ലോ, family of faith walkers. I tell you brothers and sisters, അബ്രാമിനോട് ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജെനിസിസ് ചാപ്റ്റർ 15 അത് വായിക്കുന്നത്. എന്താ പറഞ്ഞെന്നറിയോ? Maybe no, we can just take that portion and read it. Genesis chapter 15 verses 13 to 16. Genesis chapter 15 verses 13 to 16. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, Then the Lord said to Abraham, Know for certain that your offspring will be sojourners in a land that is not theirs, and will be servants there, and they will be afflicted for 400 years. But I will bring judgment on the nation that they serve, and afterward they shall come out with great possessions. Verse 15. As for you, you shall go to your fathers in peace. You shall be buried in a good old age. 16ാമത്തെ വാക്യം. And they shall come back here in the 4th generation, for the iniquity of the Amorites is not yet complete. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അബ്രാമിനോട് ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, the future of Israelites. എന്താ ദൈവം പറഞ്ഞത്? നിങ്ങൾ അടിമത്തനത്തിൽ നിങ്ങൾ പോകും. You will be what? Slaves. But remember, there will come a time, the 4th generation, which will see what? God's deliverance. Dear brothers and sisters, ഈ കഥ ഈ അമ്രാമിനും യോക്കേബത്തിനും അറിയായിരുന്നു. ഈ കഥ ഈ അമ്രാമിനും യോക്കേബിനും അറിയായിരുന്നു. എന്ത്? ദൈവം വാഗ്ദാനം നൽകിയിട്ടുണ്ട്. God has promised our forefather Abraham, although we are now slaves, God will bring deliverance. ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്താണെന്നറിയോ? ഈ അമ്മ കുഞ്ഞിനെ, അവള് പ്രസവിക്കുന്നതിന് മുമ്പേ ഈ കുഞ്ഞിനെ തൻ്റെ ആ ഊമ്പില്, when she was carrying the child, I think this mother would have thought, Lord, this child will not be a slave. So many years have gone. As faith, family of faith, they would have always had this in their mind. ഒരിക്കൽ ഇവിടുന്ന് ഒരു വിടുതൽ നമുക്ക് ലഭിക്കും. Maybe in my child's time. Maybe in my child's time. I also want to add something. Maybe God is going to use my child to deliver God's people. അതുകൊണ്ടാണ് ഞാൻ വാക്ക് പറഞ്ഞത്, no ordinary child. I tell you brothers and sisters, even to young people here, one day you will get married. But I want to say, when God brings together a man and a woman in marriage, God has amazing plans and purposes. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതെന്നോ പറയാം, എവിടെയോ നമ്മളിങ്ങനെ ജീവിച്ചു, എന്തോ കുറച്ചൊക്കെ സമ്പാദിച്ചു, കുഞ്ഞുങ്ങളെ വളർത്തി, എന്നിട്ട് നമ്മൾ മരിക്കുന്നു. But if you begin to look at how God sees families, every family, believe you are in God's plan and purpose. And God wants to accomplish that. അത് മനസ്സിലാക്കിയ ഒരു കുടുംബമാണ് ഈ അമ്രാമിൻ്റെയും ജോക്കബത്തിൻ്റെയും. സോ ഇൻ മോസസ് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെയും അവർ ഈ കുഞ്ഞിനെ കണ്ടത്, ദൈവം അവൻ്റെ ആ ദൗത്യത്തിൽ എൻ്റെ കുഞ്ഞിനും എന്തുണ്ട്? ഒരു പങ്കുണ്ട്. This evening I want to ask you, mothers, fathers, what is your perception about your children?
What are your dreams about your children? ഞാൻ പറയട്ടെ, കുഞ്ഞുങ്ങൾ പഠിക്കണം, അത് പഠിക്കും. നിങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പഠിക്കും. കുഞ്ഞുങ്ങൾ നല്ല ഒരു ജോലിക്ക് പോകണം, നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും കുഞ്ഞുങ്ങൾ നല്ല ജോലിക്ക് പോകും. എൻ്റെ ചോദ്യം എന്തോന്നറിയോ? അതിൽ കൂടുതൽ do you have any great dreams for your children? Do you have any great dreams for your children? Think about it. I'll tell you a story, very inspiring. When I first read about this person, it was so inspiring. This happened in Nigeria. ആഫ്രിക്കയിലുള്ള നൈജീരിയയിൽ ഒരു ഫാമിലിയിൽ there were 3 children and the fourth one was a boy, but a very sick child. ജനിച്ച തൊട്ട് ഈ കുഞ്ഞിന് അസുഖങ്ങളാണ്. നടക്കേണ്ട സമയത്ത് നടക്കുന്നില്ല. ഡിഫിക്കൽട്ടി ആഫ്റ്റർ ഡിഫിക്കൽട്ടി. It is a culture where they value only strong children. അപ്പോൾ ഈ അപ്പം പറഞ്ഞു അമ്മയുടെ അടുത്ത്, this child is useless. It's an invalid child. പലപ്പോഴും അമ്മേനെ വഴക്ക് പറയും, നീ എന്തിനാ ഈ കുഞ്ഞിനെ വന്ന് വളർത്തുന്നത്, കൊണ്ടുപോയി ഈ കുഞ്ഞിനെ കള. So one day this man mentally tortured her so much, she decided, I cannot live here in this home. അപ്പം ഈ കുഞ്ഞിനെ സ്വന്തം അമ്മ എടുത്തിട്ട് ആ ഗ്രാമത്തിൽ there is a dump yard. നമുക്കറിയാം ഇങ്ങനത്തെ സിറ്റീസിലൊക്കെ they collect all the garbage and finally they dump it somewhere. There was a dump yard. ആ ഡംപ് യാർഡിൽ കൊണ്ടുപോയി ഈ അമ്മ, വേറെ നിവർത്തിയില്ലാത്ത കൊണ്ട്, husband is so torturing her. She and other children cannot live at home. So for the sake of that, this mother took the child, went to the dump yard and then kept the child. It was dark evening. പുള്ളിക്കാരുടെ പ്ലാൻ ഇതായിരുന്നു. Every day somebody would come in the evening and they will light fire in the dump yard. അപ്പോൾ ആരും അറിയാണ്ട് ഈ കുഞ്ഞ് കത്തി അത് ചാകും. So nobody would know. So that was a plan. So go and place the child in the dump yard in the dark of the night so that nobody know what happens to the child. That was her plan. She went there, kept the baby, and then she returned home. Heart was so heavy. And then after a while, suddenly it started raining. I'm not telling a story here. I'm telling something that really happened. After a while, it started raining. Raining വന്നു കഴിഞ്ഞപ്പോൾ അമ്മയുടെ മനസ്സിനകത്ത്, അയ്യോ എൻ്റെ കുഞ്ഞ് നനയുമല്ലോ. She went back to the dump yard. As she was nearing the dump yard, she could hear the baby cry. Took the baby in her hands and then she ran with other 3 kids out of the home. ഈ അപ്പനെ പേടിച്ചിട്ട് ഈ അമ്മ മറ്റേ 3 കുഞ്ഞുങ്ങളെയും ഈ കുഞ്ഞിനെയും കയ്യിലെടുത്തോണ്ട് she left that place. And then she lived in another village, worked hard. ഈ കുഞ്ഞ് was very physically weak and then so every process was very slow. The first time he went to school was when he was 17 years old. 17ാമത്തെ വയസ്സിലാണ് അവൻ സ്കൂളിൽ പോയത്. പക്ഷെ അമ്മ ഒരു കാര്യം ഉറപ്പാക്കി അമ്മയാ. എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ, this is no ordinary child. This is God-given child. God does have a great plan and purpose for my child, Viswaschu. You can go Google it and find this child later became known as the Apostle of Nigeria, Ben Idahosa. 145 countries he has gone and served the Lord. There are many universities established by him. He stood with presidents of the world. And he always used to say, my mother saw the value in me. How do we look at our children? How do we look at our children? മാതാപിതാക്കളായി നമുക്ക് വലിയൊരു കടപ്പാടുണ്ട്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, I tell you, this mother, because she valued this child, she was not willing to let him go.
3 മാസം ഒളിച്ചു വെച്ചു. നമുക്കറിയാം, ഇറ്റ് വുഡ് ഹാവ് ബീൻ സോ ഡിഫിക്കൾട്ട്. No, if the neighbors come to know, that's difficult. If the Egyptians know, if they come to know, even their own lives will be what? At threat. So what happens? Bible very clearly says in Hebrews chapter 11 ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, by faith Moses' parents hid the child for how many months? 3 months. By what? Faith. By faith. You know what? And then comes a day when they could no more hide the child. അല്ലേ? ഈ കുഞ്ഞിനെ ഇനി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഇങ്ങനെ ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, അമ്മയുടെ മനസ്സിൽ എന്തൊക്കെ പോയി കാണും, അമ്മയുടെ മനസ്സിൽ എന്തൊക്കെ കടന്നു പോയി കാണും. ദൈവമേ, ഈ കുഞ്ഞിന് ഒരു വാതിൽ നീ തുറക്കൂലേ? ലോർഡ്, ഐ ഹാവ് ബീൻ ഹോൾഡിംഗ് ഓൺ ടു ഫെയ്ത്ത്. ലോർഡ്, നൗ വാട്ട്? 3 months no, I was able to hide the child. Now what? പ്രിയപ്പെട്ടവരെ, you know what? Even at that point of time, everything she did was an act of faith. കുഞ്ഞിനെ കൊണ്ട് അമ്മ കളയല്ല ചെയ്തത് കേട്ടോ. ഇനി ഈ കുഞ്ഞിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഈ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു പ്രയോജനവും ഇല്ല എന്ന് പറഞ്ഞ് അമ്മ പോയി കുഞ്ഞിനെ നൈൽ നദിയിൽ കളയല്ല ചെയ്തത്. You know what do we read? She took a basket of bulrushes. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. Verse 3, when she could hide him no longer, she took for him a basket made of bulrushes and daubed it with bitumen and pitch. She put the child in it and placed it among the reeds by the river bank. And his sister stood at a distance to know what would be done to him. ഞാനിത് വായിക്കുമ്പോൾ എപ്പോഴും അതിശയിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വിശ്വാസത്തിൻ്റെ അളവ് എത്രത്തോളം അത് നീളും. Everything, almost no, every door is what? Closed. Maybe she would have thought, അപ്പോഴത്തേക്കും ഇയാൾ മരിക്കും. ആര്? ഈ പർവോൻ മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ പുതിയ ആൾ വന്നു കഴിഞ്ഞാൽ പുതിയ റൂൾ ചിലപ്പോൾ എന്ത് ചെയ്യും? കൊണ്ടുവരും. This edict will be removed. Or some miracle is going to happen. Now you know what? It is almost done. The deal is done. But still the mother is not yet willing to what? Give up on her faith. She does all that she can. ഇങ്ങനെ പറയട്ടെ, ഒരു അമ്മ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? വിശ്വാസമുണ്ട്. എങ്ങനത്തെ വിശ്വാസം? This child will survive. I don't know how, but will survive. That is faith. കാണാൻ പറ്റുന്നില്ല. എങ്ങനെ ഈ കുഞ്ഞ് രക്ഷപ്പെടും എന്നുള്ളത് ഇപ്പോൾ ഒരു ബ്ലൂ പ്രിൻ്റ് ഒന്നുമില്ല. അതാട്ടോ വിശ്വാസം എന്ന് പറയുന്നത്. തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയതെല്ലാം ചെയ്തു. എന്നിട്ട് പെങ്ങളെയും വിളിച്ചു പറഞ്ഞു, നീ അവിടെ നിന്ന് എന്ത് ചെയ്യേ? ഒബ്സർവ് ചെയ്യേ. See what is going to happen. I tell you, brothers and sisters, this is faith. We may not know all the details. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും പല ക്രൈസിസും വരുമ്പോൾ we may not know what? All the details. We may not know all the solutions. But what we need to know is what? God would do what He has promised. പക്ഷെ നമ്മളെല്ലാവരും എന്ത് ആഗ്രഹിക്കുന്നതാ? ദൈവമേ, ഇത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് എന്ത് ചെയ്യണം? അറിയണം. പക്ഷെ ദൈവം പറയുന്നത്, see, what is faith? Ultimately, what is faith? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം എങ്ങനെയാ പറയുന്നത്? How do we see? What is that? It is actually seeing with your spiritual eyes how God is going to what? Work with certainty.
So here is a mother, here is a father. They don't know the details, but what they did was take efforts of faith. We will surrender this child. ഞാൻ വേറെ കാര്യം പറയട്ടെ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യം, ഈ കുഞ്ഞിനെ കൊണ്ട് അവർ ആ വെള്ളത്തിൽ വെച്ചപ്പോൾ എങ്ങനെ വെച്ച് കാണും? എടുത്തിങ്ങനെ എറിയുകയല്ലായിരുന്നു, അവിടെ വയ്ക്കുകയാണ്. അത് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ് വ്യൂ ചെയ്യുന്നത്. ദൈവമേ, ഇത്ര നാളും എൻ്റെ കയ്യിൽ ഈ കുഞ്ഞിനെ എത്ര സുരക്ഷിതമായിട്ട് വയ്ക്കാൻ പറ്റുമോ ഞാൻ വെച്ചു. ഇനി എനിക്കതിന് സാധ്യമില്ല. ഐ എം entrusting the child not to Nile, but to whom? Your sovereign hand. That is faith. This mother, this father, നമുക്കറിയാം, eventually we know that the baby survived. It was miraculous. Nothing short of what? A miracle how the baby what? Survived. It is God honoring that family's faith. ഞാൻ ഇന്ന് ചോദിക്കട്ടെ ദൈവമക്കളെ, നമുക്ക് ആ വിശ്വാസമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും വെരി ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ, are we people who have the same kind of faith? നമ്മുടെ വിശ്വാസം എവിടെയാണ് പോകുന്നത്? നമുക്കറിയാം, എനിക്കറിയാം, നമ്മളിവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലും നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ചിലപ്പോൾ ബാക്കിയുള്ളവരുടെ അടുത്ത് പറഞ്ഞെന്ന് വരത്തില്ല. നമ്മുടെ ഉള്ളിലുള്ള പല പോരാട്ടങ്ങളും ഉണ്ട്. മേ ബി വി ആർ ഫൈറ്റിംഗ് demons inside, demons of doubt, demons of fear, and that is when you need to believe that this God who is sovereign, he knows how to do things. അവൻ്റെ കരങ്ങളിൽ നമുക്ക് വയ്ക്കാൻ മാത്രം നമുക്ക് സാവകാശം ദൈവം കൊടുത്തിട്ടുണ്ട്. Are we doing that? It's a beautiful story. If you look at this, it's a beautiful story. Walk of faith. വേദപുസ്തകത്തിനകത്ത് നമ്മൾ Luke chapter 17 verse 5 we read, a man crying out to the Lord, Lord, increase my faith. Increase my faith, Lord. Maybe that is something we all have to pray. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ ഒരു പ്രാർത്ഥന നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ വിശ്വാസത്തിന് നീ എന്ത് ചെയ്യണം? കൂട്ടിക്കൊടുക്കണം. I'll tell you another very encouraging story. Now, when I say story, don't think it's a made-up story. It is what? Real incident. There was a young girl who was hospitalized. They had a lot of investigations going on. And she was bedridden. She couldn't suddenly walk, and a lot of tests were done. And then she was becoming sort of half conscious and half coma and all that. So the doctors came in. After all the reports, the doctors came in. The parents were there. The young girl was on the bed, half with her closed eyes. So the doctors they openly started sharing about their investigative findings. They looked at the parents and said, really sorry, this child is not going to walk again. How do you handle that as a parent? This child is not going to walk again. And then they're talking about all the things that could go wrong, and all the difficulties that the child may undergo in her future. You know what? They thought the child was sleeping. They thought this child was what? Half conscious. She couldn't hear much. After the doctors went out of the room, she held the hand of her mother and said, Mummy, the best days are yet to come. The best days of my life is what? Is yet to come. That is faith.
ദാറ്റ് ഈസ് ഫെയ്ത്ത്. വിധി എഴുതി കഴിഞ്ഞാലും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആ ഒരു വിശ്വാസം. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം ചിന്തിക്കുമായിരുന്നു. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായാലും ഇല്ലെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാണ്ടല്ലോ നമ്മളാരാ? പിന്നെ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിട്ട് എന്തില്ല? പ്രയോജനമില്ല. ഇഫ് ദർ ഇസ് വൺ തിങ് വി ഷുഡ് പ്രൊട്ടക്റ്റ്, ഇഫ് ദർ ഇസ്, നമ്മുടെ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടാലും ആ വിശ്വാസത്തിനെ മുറുകെ പിടിക്കുവാൻ സാധ്യമുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ വിൽ സീ God doing amazing things. So this evening I want to encourage you, whatever is your problem, whatever is your crisis, whatever is your battle, would you trust in Him? Would you trust in Him? Because we have a God who is sovereign. ഈ കുടുംബത്തിൽ ജനിച്ച് ഈ കുഞ്ഞിന് ഞാൻ പറയട്ടെ, ഈ അമ്മയ്ക്കും കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം എന്തുവായിരുന്നറിയോ? ഇവർക്കുണ്ടായിരുന്ന ഈ വിശ്വാസം തന്നെയാണ്. Do you understand what I'm trying to say? We know the story. After the child was taken by the Pharaoh's daughter, what did she say? And then immediately, Miriam went, and then a negotiation. Shall I bring a Hebrew mother? And then she brings the child's own mother. And then the rest of the story is something we know. ഞാൻ പറയുന്നത്, ഈ അമ്മയുടെ കയ്യിൽ കുഞ്ഞിനെ തിരിച്ചു കിട്ടി. നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വിചാരിച്ച് ഈ കുഞ്ഞ് ഇനി എൻ്റെ കയ്യിൽ കിട്ടത്തില്ല എന്ന് വിചാരിച്ച അമ്മയുടെ കയ്യിൽ ഇപ്പം ആരാണ്? ആ കുഞ്ഞ് തിരിച്ച് കിട്ടി. പക്ഷേ എന്നേക്കും ഈ കുഞ്ഞ് അമ്മയുടെ കയ്യിൽ ഉണ്ടാകത്തില്ല എന്നുള്ളതും ആർക്കറിയാം? അമ്മയ്ക്കറിയാം. അപ്പം അമ്മയും അപ്പനും പിന്നെ ചെയ്തത് എന്തോന്നറിയോ? ഈ കുഞ്ഞിന് അവർക്കുണ്ടായിരുന്ന ഈ വിശ്വാസ ജീവിതം കുഞ്ഞിനെയും പഠിപ്പിച്ചു. അമ്മ അപ്പന്മാർ നമ്മൾ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? When our children are small, what are the things that we would like to teach? ഒന്ന് പറഞ്ഞേ ഒന്ന്. We would like to teach them how to brush. Yes or no? പോട്ടി പോകാൻ നമ്മൾ പഠിപ്പിക്കും. പിന്നെന്തൊക്കെയാ? കഴിക്കാൻ പഠിപ്പിക്കും, ചിലപ്പോൾ നടക്കാൻ പഠിപ്പിക്കും, സൈക്കിൾ ഓടാൻ പഠിപ്പിക്കും. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഈ അമ്മയും അപ്പനും, lot of people know, they say no, the child would have been with them perhaps 5-6 വർഷങ്ങൾ ഈ അമ്മയുടെ കയ്യിൽ വളർത്തപ്പെടുവാൻ ഈ കുഞ്ഞിനെ ലഭിച്ചു. 5-6 വർഷത്തിനകത്ത് എന്നേക്കും ഈ കുഞ്ഞ് മറക്കാൻ പറ്റാത്ത വിശ്വാസ ജീവിതത്തിൻ്റെ പടികൾ പഠിപ്പിച്ചു. I tell you, if there is anything that we can do to our children, if there is anything that we can train our children, if there's anything that is lasting that we can do for our children's future, it is to give them what? Faith walk. എങ്ങനെ നമുക്കറിയാം? ഈ കുഞ്ഞ് തിരിച്ചു പോയി. എങ്ങോട്ടാ പോയത്? പാലസ്. In the palace, everything around him is Egyptian in nature. Egyptian influence, Egyptian education, Egyptian culture, pleasures of Egypt. But the boy never forgot, inside, I am a Hebrew. ഞാൻ ചിന്തിക്കുമായിരുന്നു, ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഞാൻ പറയട്ടെ, വേറൊരു കാര്യം പറയട്ടെ. ദൈവമക്കളായ നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം, ആസ് എ ഫാദർ, you know what? I have 2 children. My daughter is already out of the home. You know what? One thing that I want you to know is, your children also are going to be with you only for a season. ദൈവം ഒരു കാലഘട്ടത്തിന് മാത്രമേ നിങ്ങളുടെ കയ്യിൽ ആരെ കൊടുത്തിട്ടുണ്ട്? കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുള്ളൂ. And they are going to move away. അതിനു മുമ്പേ നമുക്ക് ചെയ്യാൻ പറ്റിയത്
ആ കുഞ്ഞുങ്ങൾക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ കരഞ്ഞിട്ട് എന്തില്ല, പ്രയോജനമില്ല. ഞാൻ ചോദിക്കട്ടെ, എന്തിൻ്റെ പിന്നിലാണ് നമ്മൾ? എന്തിൻ്റെ പിന്നിലാണ് നമ്മൾ? ഞാനിങ്ങനെ പറയും, തെറ്റിദ്ധരിക്കരുത് ആരും. ഇപ്പം നിങ്ങൾ താമസിക്കുന്നത് UK പണ്ട് ഈ ഗൾഫിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ, അപ്പനും അമ്മയും ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി അധ്വാനിച്ചാണ്, നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ എന്തുവാ, വേർപ്പ്, എന്താ അധ്വാനം, ഇങ്ങനെയൊക്കെ ചെയ്ത് എന്താണെന്നറിയാമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ് ഈ വേർപ്പും അധ്വാനവും. ഒരു കുടുംബത്തിൻ്റെ കഥ എനിക്കറിയാം. അപ്പനും അമ്മയും അത്രയും അധ്വാനിച്ച് ഗൾഫിലായിരുന്നു. മക്കളെ നോക്കാൻ പോലും അവർക്ക് സമയമില്ലായിരുന്നു. അതുകൊണ്ട് മക്കളെ കൊണ്ട് ഹോസ്റ്റലിൽ വിട്ടു. അവർ റിട്ടയേർഡൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വന്നു. ഞാൻ പറയാം പ്രിയപ്പെട്ടവരെ, ആ വീട്ടിൽ മക്കൾ വലിയതായപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് സമ്പാദിക്കാൻ ഞങ്ങൾക്കും അറിയാം, നിങ്ങളുടെ സമ്പാദ്യത്തിൽ ഞങ്ങൾക്ക് ജീവിക്കണമെന്നുള്ള ഒരിതില്ല. ബട്ട് യു നോ വാട്ട് ദേ ഓൾവേസ് റിഗ്രറ്റഡ് ദിസ് പാരൻസ്? വെൻ ദേ were with them, they were not able to do what they should be doing. Don't take it for granted. Please don't take it for granted. Take time. Pray. Husband and wife sit together and think about it. The best investment that you can do for your children is not to give them education. Yes, education is important. Not to know, have some assets so that you can pass it on to them. The best thing that you can give to the children is what? Faith walk. വിശ്വാസത്തിൽ നടക്കാൻ പഠിപ്പിക്കുക. You know what? That legacy was passed on to Moses. And you know what? Who was Moses? A man who was mighty in deeds and words. അങ്ങനെയാ വായിക്കുന്നത്. In Egypt, no, he had what? The best education. Everything was plenty, sufficient. But you know what? At the age of 40, the prime of his life, he made a choice. And that choice was decided based on, you know what? Faith life. നമുക്കറിയാം, Exodus 2. We are in Exodus 2, verses 11. One day, when Moses had grown up, he went out to his people and looked on their burdens. And he saw an Egyptian beating a Hebrew, one of his people. അതിൻ്റെ താഴെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, what Moses did at that point of time was not approved by God, that killing an Egyptian. But you can already see what was inside Moses. What was that? I am an Israelite. Doesn't matter, young people, I want to say this. Doesn't matter where you live. Doesn't matter what you study. It doesn't matter who your friends are. If you are able to understand who you are. ഞാൻ പറയട്ടെ, ഇന്ന് ദുഃഖത്തോടെ പറയുക, പലപ്പോഴും എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടയ്ക്ക് റോൾ മോഡൽസ് കുറഞ്ഞു പോയി. Sometimes, no, we have actually divided life. Sunday life is different. Monday to Saturday is what? Different. Sacred and secular. But according to the scripture, every aspect of your life is what? Sacred. In the business, yes, it is a sacred business. If you are actually, no, in workplace, it's a sacred workplace. There you will always be called to make a choice. Every choice that you make in life will show either two things. Either you're walking by faith or you're walking by what? Sight. The world's lifestyle.
ഇവിടെ എന്താ സംഭവിച്ചത്? You know what? Moses had to make a choice. Either I will live as an Israelite or as an Egyptian. Hebrews chapter 11 നമ്മൾ കാണാൻ സാധിക്കും. Hebrews 11:24. You will read that passage. Hebrews chapter 11 verse 24. What do we read there? It's a beautiful decision of Moses. Hebrews 11:24. What do we read there? By faith, Moses, when he was grown up, refused to be called the son of Pharaoh's daughter, choosing rather to be mistreated with the people of God than to enjoy the fleeting pleasures of sin. He considered the reproach of Christ greater wealth than the treasures of Egypt, for he was looking to the reward. വിശ്വാസമില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല. വിശ്വാസമില്ലെങ്കിൽ ഈ ഒരു തീരുമാനം ചെയ്യാൻ പറ്റത്തില്ല. You know what all he decided? Refused. So I tell you one more thing. ഇത് എമോഷണലായിട്ട് മോസസ് എടുത്ത ഒരു ഡിസിഷൻ അല്ല. He weighed it. അങ്ങനെ വാക്ക അളന്നു. He literally weighed it. What are the pros? What are the cons? What decision am I making? I have to make a decision how to live my life. And he chose that he is going to trust the invisible God. He is going to trust the invisible God. To young people who are here, you will always have a choice. Either to follow the ways of the world or trust in the invisible God. For your future, for your marriage, for your prosperity, you will always have two ways. Ways of the world or trusting God to do what he has planned for you. Moses, he chose that. Refused to be identified as son of Pharaoh's daughter. അതിന് പകരം ഇപ്പുറത്ത് എന്തോന്നറിയോ? He chose to be a slave. അല്ലേ? On one hand, you have the possibility of what? Being the Pharaoh's daughter's son, the next prince. What is the other option? To be a slave. Israelites were what? Slaves in Egypt. Second, refused to enjoy the pleasures of Egypt. ഇപ്പുറത്ത് എന്തുവാ? To suffer with Israelites. മൂന്നാമത്തെ, refuse the wealth of Egypt. ഇവിടെ എന്താണെന്നറിയോ? To carry the reproach of Christ. I tell you, brothers, sisters, if you honor God, God will honor you. ചിലപ്പോൾ കണ്ടല്ലോ, ലോകത്തിൻ്റെ വഴിയിൽ പോയാലും ചില നേട്ടങ്ങളൊക്കെ നമുക്ക് ലഭിക്കാം. ആ നേട്ടങ്ങളും കൊണ്ട് ഒരു നന്മയും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. Do you understand what I'm saying? You honor God wherever you are. You honor God because God is the one who is challenging his people. You honor me, I will honor you. നീ എന്നെ എന്ത് ചെയ്യുമോ? മലയാളത്തിൽ എങ്ങനെയാ ഓണറിന്? മാനിക്കുക. റൈറ്റ്? In 2 Samuel we read that. If you honor me, I will honor you. And who is the one who is saying that? Sovereign God. പ്രിയപ്പെട്ടവരെ, ഇവിടെ മോശ അവൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ശരിക്കും ചിന്തിച്ച് നോക്കിയേ. മോസസ് അന്ന് ചൂസ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ വേൾഡ്, വാട്ട് ഇസ് ഇറ്റ്? ലോസ്. എവറിബഡി വുഡ് ഹാവ് സെഡ് ടു മോസസ്, നീ ഒരു പൊട്ടനാടാ, ഇങ്ങനെ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. യു ഗോട്ട് സച്ച് എൻ ഓപ്പർച്യൂണിറ്റി, യു ആർ മിസ്സിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി. ആർക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റിയാ? യു ആർ മിസ്സിംഗ് ഓൾ ദാറ്റ്. ഫോർ വാട്ട്? ടു സഫർ വിത്ത് ദ ഇസ്രായേലൈറ്റ്സ്. We don't know what is going to happen to them. Is that what you're going to choose? Look at this one verse. Look at that one verse. So beautiful. It says, verse 27, by faith he left Egypt, not being afraid of the anger of the king, for he endured as seeing him who is what? Invisible. ആരാ invisible? God. When there is invisibility, what do you need?
ഫെയ്ത്ത്. വിസിബിൾ ആയിട്ടുള്ളപ്പോൾ എന്ത് വേണ്ട? വിശ്വാസം വേണ്ട. ബട്ട് ടു വാക്ക് ഇൻ വാട്ട്? ഇൻവിസിബിലിറ്റി. വാട്ട് ഡു യു നീഡ്? ഫെയ്ത്ത്. I tell you, brothers and sisters, ഞാൻ ഇപ്പം ഇങ്ങനെ പറയട്ടെ, എന്തൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറപ്പാടിൽ വായിക്കുന്ന പർവോന്മാരാരാന്നുള്ളത് കണ്ടുപിടിക്കാൻ ഇന്നും നമുക്ക് ചരിത്രത്തിൽ ഇച്ചിരിയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ബട്ട് ദിസ് മാൻ who trusted in the invisible God to take care of his future, what did God do to him? 3 religions of the world today. 3 religions of the world: Judaism, Christianity, Islam. They all revere this one man's life. പർവോന്റെ പേര് നമുക്കറിയത്തില്ല കേട്ടോ. ആ പർവോൻ അന്നുണ്ടായിരുന്ന ഈ പർവോന്മാരുടെ പേര് പോലും ചരിത്രത്തിൽ എന്തില്ല, ഇന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. എന്നാൽ കാണാത്ത ദൈവം, അല്ലെങ്കിൽ താൻ വിശ്വാസം കൊണ്ട് നടക്കാൻ തീരുമാനിച്ച് ആ ജീവിതം മുമ്പോട്ട് പോയപ്പോൾ the way God honored him is a standing example for us. My dear young people, our God is worth trusting. Our God is worth trusting. അവനെ പോലെ വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു വ്യക്തി ലോകത്ത് ആരും തന്നെ ഇല്ല. പക്ഷെ നമുക്ക് ആ വിശ്വാസം വേണം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയത്തിൽ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, നടക്കത്തില്ല എന്ന് വരും. ലാസ്റ്റിൽ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അവരുടെ വിശ്വാസം ശോധിക്കപ്പെടുന്ന അവസരങ്ങൾ വന്നു. അമ്രാമിൻ്റെ അടുത്തും യോക്കേബിൻ്റെ അടുത്തും ചോദിക്കുക, എളുപ്പമായിരുന്നോ? അവർ പറയില്ല, ഈ കുഞ്ഞിനെ കൊണ്ട് വയ്ക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു എല്ലാം തീർന്നു. ഓക്കെ, മോശെ ചിന്തിച്ച് നോക്കിയേ, കർത്താവിൻ ദൈവത്തിന് വേണ്ടി ഒരു നിലപാട് എടുത്തിട്ട് അടുത്ത 40 വർഷം എവിടെയാ? മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കുക. മോശെ ചിന്തിച്ച് കാണും, ദൈവമേ എന്നാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മാറ്റം? ഒരിക്കലും മോശെ ചിന്തിച്ച് കാണില്ല 80 വയസ്സിൽ അവൻ്റെ സ്വപ്നങ്ങൾ പോലും ഇല്ലാത്ത സമയം ദൈവം അവനെ വിളിച്ചു, പറഞ്ഞു, നിന്നെ എങ്ങോട്ട് അയക്കുന്നത്? ഐ എം സെൻഡിങ് യു ബാക്ക് ടു ഈജിപ്റ്റ്. യു നോ വാട്ട്? ഈജിപ്തിൽ ഈ ദൈവജനം അവർ 430 വർഷം അടിമകളായിരുന്നു. അവരും പലപ്പോഴും ചിന്തിച്ച് കാണും, എൻ്റെ ദൈവമേ എന്നാണ് നീ വാക്ക് പാലിക്കുന്നത്? ബിക്കോസ് അത്രയും കഷ്ടതയാണ്. They were going through so much of pain, and they would have thought, Lord, you promised Abraham, but when are you going to fulfill your promises? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ പുറപ്പാട് 2-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കാതലായ ഒരു വിഷയം എന്ന് പറഞ്ഞത്, ദൈവം അവരെ ഓർത്തു. God remembered them. ദൈവം ഒരിക്കലും മറക്കത്തില്ല കേട്ടോ. God remembered them എന്ന് പറയുമ്പോൾ ഈ ആൾക്കാരുടെ നിലവിളിയൊക്കെ ദൈവം കേട്ടെന്ന് പറയുമ്പോൾ ദൈവം മറന്നിട്ട് ഓർത്തു എന്നുള്ളതല്ല. God's time to take what? Action was then. In the life of Moses, it came after how many years? 40 years. In the life of Israelites, it came after what? 400 plus years. After so many generations. പക്ഷെ ദൈവം ഒരിക്കലും വാക്ക് പാലിക്കാണ്ടിരിക്കത്തില്ല. പക്ഷെ നമുക്കതിനെന്ത് വേണം? വിശ്വാസത്തിനെ മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധ്യമാണ്. Dear brothers and sisters, sometimes no, it's very difficult, അല്ലേ? എളുപ്പമാണോ? വിശ്വാസ ജീവിതം എളുപ്പമുള്ളതാണോ? ആണോ? അല്ല. സംടൈംസ് വെരി ഡിഫിക്കൾട്ട്. കാരണം നമ്മൾ തന്നെ ഈ ദൈവം എന്താ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യില്ല, മനസ്സിൽ ആകത്തില്ല. ഞാനൊരു ഉദാഹരണം പറയുക. ഈ ഒരു അമ്മ ഇങ്ങനെ തച്ചുകൊണ്ടിരിക്കുക, ഹാൻഡ് എംബ്രോയിഡറി അറിയാം അല്ലേ?
മദർ വാസ് ആക്ച്വലി വർക്കിംഗ് ഓൺ ദ ഹാൻഡ് എംബ്രോയിഡറി. അപ്പോൾ ഈ കുഞ്ഞ് പോയി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ ഈ കുഞ്ഞിന് എന്ത് ചെയ്യില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം അമ്മ ഇങ്ങനെ ഒരു സിമിട്രി ഇല്ല. ദർ ഇസ് നോ ഡിസൈൻ, ദർ ഇസ് നോ പാറ്റേൺ. സോ ദ ചൈൽഡ് ഓൾവേസ് നോ തിങ്സ്, വാട്ട് ഈസ് മൈ മദർ ഡൂയിങ്? കുറേ കളർ ഇങ്ങോട്ട് നിന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട്, കുറേ കളർ അങ്ങോട്ട് വെക്കുന്നുണ്ട്. ബട്ട് മദർ യൂസ് ടു ടെൽ ഹർ, wait until I flip the cloth. Wait until I flip the cloth. You know what? Embroidery clothന് 2 side ഉണ്ട്. One side doesn't make any sense. It is chaos. Kanda, we cannot see any symmetry or pattern or design. There will come a time, once the process is over, the cloth will be flipped. And then you see what? A beautiful design. A wonderful design. പക്ഷെ അതിന് നമുക്കെന്ത് വേണമെന്നറിയോ? ക്ഷമ വേണം. കാത്തിരിക്കാൻ ക്ഷമ വേണം. തുടർന്ന് വിശ്വസിക്കാൻ എന്ത് വേണം? ഹോപ്പ് വേണം. വരുന്ന ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. A family of faith walkers. And that is what God has called us also to be. May the Lord bless these words to our hearts. May His name be glorified.